ഇപ്പോൾ മൻരേഗയെ സത്യത്തെ ഫലത്തിൽ സ്റ്റാഗ്നേറ്റ് ചെയ്യുന്ന സ്ഥിതിയിലാണ് ഇത്. ഗ്രാമീണ തൊഴിലവസരങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്നൊരു പദ്ധതിയായിട്ട് അത് മാറ്റപ്പെടും. കൃഷിക്കാരൻ്റെ കാര്യം എടുത്ത് നോക്കുക. കാർഷിക മേഖലയിൽ പുതിയ പ്രഖ്യാപനങ്ങൾ, കുറച്ച് ചില്ലറ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2022 കൃഷിക്കാരൻ്റെ വരുമാനം ഇരട്ടിയാക്കുമെന്നായിരുന്നു ഈ ഗവൺമെൻറ് പ്രഖ്യാപനം. എവിടെ ഇരട്ടിയായില്ലെന്ന് മാത്രമല്ല, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള MSP അതിൽ ഗവൺമെൻറ് തൊട്ടിട്ട് പോലുമില്ല. 55% വരുന്ന ഇന്ത്യയിലെ കൃഷിക്കാർ കടക്കണിയിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1 ലക്ഷത്തോളം ആളുകൾ 2014 ശേഷം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ കടക്കണിയിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശ്വാസ പ്രഖ്യാപനങ്ങളും ഇല്ല. പിന്നെ കൃഷിക്കാരനെ ഏത് രീതിയിൽ അവരാവശ്യപ്പെടുന്ന ഒരു കാര്യങ്ങളും ഇല്ലാതെ അവർക്ക് ചില കാര്യങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇവിടെ ബേസിക്കലായി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കട്ട് ചെയ്തിരിക്കുകയാണ്. കാപ്പെക്സിൻ്റെ കട്ടുണ്ട്. നമുക്ക് നമ്മൾ ബഡ്ജറ്റ് പരിശോധിച്ചാൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അതൊരു പോസിറ്റീവായിട്ടുള്ള ഇപ്പോൾ ജോബ് ജനറേറ്റിംഗ് സിസ്റ്റം നിലവിൽ വരാൻ പറ്റുന്നത്? അപ്പോൾ ഈ ബഡ്ജറ്റിനകത്ത് ചില പ്രഖ്യാപനങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് സാധാരണഗതിയിൽ എല്ലാ ബഡ്ജറ്റിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു ഗവൺമെൻറ് ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ബേസിക്കലായിട്ടുള്ള ഇഷ്യൂസിനെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്ന വിമർശനമാണ് പ്രതിപക്ഷം മൊത്തത്തിൽ ഘടിപ്പിക്കുന്നത്.